ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചില ദോഷങ്ങള് എന്നേക്കുമായിട്ട് ഒഴിച്ചുവിടണം. എന്നിട്ട് പിന്നെ നിങ്ങളുടേതായ ലോകത്ത് നിങ്ങളെ മാത്രമായിട്ട് വിടണം. സന്തോഷമായിട്ട് ജീവിക്കേണ്ട രണ്ടാൾക്കും. അമ്മേ, സത്യം പറ, ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയി എന്നെ ഇരുത്താനുള്ള പരിപാടിയാണോ? അതൊന്നുമല്ല. ഇതിട്ട് നിന്നെ കാണണമെന്ന് തോന്നി, അതുകൊണ്ടാ ഇടാൻ പറഞ്ഞേ. അത് വല്ലാത്തൊരു ആഗ്രഹമാണല്ലോ. ഈ ആഗ്രഹത്തിൽ ഇനി എന്തെങ്കിലും ഒരു ദുരൂഹത ഉണ്ടോ? എന്നെ നിനക്ക് വിശ്വാസമില്ലേ? നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അയ്യോ, വേണ്ട 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 വേണ്ട. ഇനി ഇതിന്റെ പേരും പറഞ്ഞൊരു സങ്കടം പിടിക്കണ്ട. പിന്നെ അമ്മ എനിക്കൊരു മുണ്ടും ജുബ്ബയും തരുന്നു. അതൊന്നും ഇട്ട് കാണാൻ അമ്മ ആഗ്രഹിക്കുന്നു. അതെങ്കിലും ചെയ്യാത്തൊരു മകൻ ഭയങ്കര ക്രൂരനല്ല അമ്മേ. മാറ്റിയേക്കാം. അതെ, ഇപ്പൊ നീ നിന്റെ മുറിയിലോട്ട് പോണ്ട, ഞങ്ങളുടെ മുറിയിൽ പോയി മാറ്റിക്കോ. അതെന്തു പറ്റി എന്റെ മുറിയില്? ഞാൻ ആ മുറി വൃത്തിയാക്കാൻ കയറാൻ പോവാ. ഈ രാത്രി മുറി വൃത്തിയാക്കാൻ അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അവിടെ എന്താ കാട് പിടിച്ചു കിടക്കുന്നോ? അതൊന്നും വൃത്തിയാക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്നാ അമ്മ രാധികയോട് വൃത്തിയാക്കാൻ പറ. വേണ്ട. അതിനെന്താ, രാധിക ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാറുള്ളതല്ലേ? പകല് മുഴുവൻ അത് പണിയെടുക്കായിരുന്നു. ഇനി രാത്രിയും കൂടി അതിനെ പണിയെടുപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്നാ പറഞ്ഞേ. നീ പോയി മാറ്റാൻ നോക്ക്, വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കാതെ. എന്തോ മൊത്തത്തിൽ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. പത്മിനി മാഡം, അവസാനം എന്നെ ഏതെങ്കിലും കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കോ? ഓ, അങ്ങനെ എന്നെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട. വിശ്വാസം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ അനുസരിക്കാൻ തീരുമാനിച്ചത്. അമ്മ ചെല്ല്, ഞാനിതേ മാറ്റിട്ട് വരാം. ചേച്ചി, അമ്മയും ചേച്ചി ഇങ്ങനെ കൂടെ നിൽക്കുമ്പോ എനിക്ക് എന്ത് ധൈര്യം തോന്നാന്നറിയോ? നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ വരുൺ എന്നെ എത്ര അവഗണിച്ചാലും ഞാൻ പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കും. ചേച്ചി എന്തൊന്നും പറയാത്തെ? ഒന്നുമല്ല മോളെ, എനിക്കറിയാം എന്റെ കാര്യത്തിലുള്ള ടെൻഷൻ കൊണ്ടാ ചേച്ചി ഇങ്ങനെ ആവുന്നതെന്ന്. ചേച്ചി പേടിക്കണ്ട കേട്ടോ. എല്ലാ കാര്യത്തിനും ശ്രീകൃഷ്ണ ഭഗവാൻ ചേച്ചിയുടെ കൂടെ ഇല്ലേ? എന്റെ കാര്യം ചേച്ചി ഭഗവാനെ തന്നെ ഏൽപ്പിച്ചാ മതി. ചേച്ചി എല്ലാം ഭഗവാനെ ഏൽപ്പിച്ചിരിക്കുന്ന എന്റെ ജീവൻ പോലും. അമ്മ, എങ്ങനെ മതിയോ? മതി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം. ചെന്നിവരുടെ മുറിയൊന്നൊരുക്ക്. ചെല്ല്. സുന്ദരി കുട്ടിയായിട്ടുണ്ട്. നിക്ക്, ഇനി വന്നേ. അതെ, നിനക്കിതൊന്നും പിടിക്കുന്നില്ല എന്ന് എനിക്കറിയാം. അതിന്റെ പേരിൽ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചാ ഞാൻ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. ആറ്റുവാശ്ശേരിയിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഞാനായിരിക്കും. പിന്നെ അവിടെ എന്ത് നടന്നാലും എനിക്ക് ഉത്തരവാദിത്തമില്ല, കേട്ടല്ലോ? എന്താ അമ്മേ? ഒന്നുമില്ല മോളെ, കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാവാൻ നിന്റെ ചേച്ചിയോട് പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞതാ. അവളുടെ പ്രാർത്ഥനയ്ക്ക് അത്ഭുത ശക്തിയല്ലേ? അതെ അമ്മേ, ചേച്ചി എന്താവശ്യപ്പെട്ടാലും ഭഗവാൻ അത് സാധിച്ചു കൊടുക്കും. ഇതൊക്കെ ഒന്ന് കഴിയട്ടെ. മോളുടെയും വരുണിന്റെ പേരില് വലിയൊരു പൂജ തന്നെ നടത്തണം. ചില ദോഷങ്ങള് എന്നേക്കുമായിട്ട് ഒഴിച്ചുവിടണം. എന്നിട്ട് പിന്നെ നിങ്ങളുടേതായ ലോകത്ത് നിങ്ങളെ മാത്രമായിട്ട് വിടണം. സന്തോഷമായിട്ട് ജീവിക്കേണ്ട രണ്ടാൾക്കും.
പാടില്ല. എന്റെ മനസ്സിനെ ഒരിക്കലും പിടിവിട്ടു പോകാൻ പാടില്ല. ഞാനിപ്പോ ഒരു അടിമ മാത്രം. ഒരുപാട് ഉത്തരവുകൾക്ക് നടുവിൽ ജീവിക്കുന്ന ഒരു അടിമ. അടിമയ്ക്ക് സ്വപ്നങ്ങൾ പാടില്ല.